നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയാണ്. അപ്പൊ സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി എന്താണ്? ഡേറ്റയെ പ്രൊട്ടക്ട് ചെയ്യുക. ഇറ്റ്സ് ആൾ അബൌട്ട് പ്രൊട്ടക്ടിങ് ഡേറ്റ, നെറ്റ്വർക്ക്, സിസ്റ്റം ഫ്രം എവിടെ നിന്നാണ്? അറ്റാക്കിൽ നിന്ന്, അല്ലെങ്കിൽ ഡാമേജിൽ നിന്നിട്ട്, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നൊക്കെ ഡേറ്റയെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നെറ്റ്വർക്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ്. എവിടെയുള്ള എന്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ്? ഇൻഫോർമേഷൻ ടെക്നോളജി. നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ കുറച്ചധികം ടെർമിനോളജീസ് ഉണ്ട്. അതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയിൽ തന്നെ പല ഫീൽഡുകളുണ്ട്. സൈബർ സെക്യൂരിറ്റിക്ക് പല ഫീൽഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. നെറ്റ്വർക്സിന്റെ പ്രൊട്ടക്ഷൻ ആണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ആണ്. ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ത്രെഡ്സിൽ നിന്നിട്ട് ആപ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, പ്രൊട്ടക്ടിങ് ആപ്സ് ഫ്രം ത്രെഡ്സ്. അതുപോലെ തന്നെയാണ് തേർഡ് വൺ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഡേറ്റയാണ്. ഡേറ്റയുടെ പ്രൊട്ടക്ഷൻ ആണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ വന്നിട്ട് ഓപ്പറേഷണൽ സെക്യൂരിറ്റി ആണ്. ഓപ്പറേഷൻ സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഡേറ്റ ഈസ് ഹാൻഡിൽഡ്, എങ്ങനെ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഓപ്പറേഷണൽ സെക്യൂരിറ്റി പറയുന്നത്. ഓക്കെ, അപ്പം 4 ഫീൽഡുകളാണ് സൈബർ സെക്യൂരിറ്റിക്ക് അത് മെയിൻലി പറയുന്നത്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ആൻഡ് ഓപ്പറേഷണൽ സെക്യൂരിറ്റി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. 3 ഫണ്ടമെന്റൽ എലമെന്റ്സ് ഉണ്ട് ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയിൽ. അതിൽ ഒന്നാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ഇന്റഗ്രിറ്റി ആൻഡ് തേർഡ് വൺ ഈസ് അവൈലബിലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. അപ്പം സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെർമിനോളജിയാണ് എന്തെന്ന് പറയുന്നത് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. വൾണറബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു വീക്ക്നെസ് ആണ്, അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഹോൾ ആണ്. അപ്പോൾ ഈ ത്രെറ്റ് ആക്ടർ കൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീക്ക്നെസ് ആണ്. ഒരു സിസ്റ്റത്തിലെ വീക്ക്നെസ്സിനെ ആണെങ്കിൽ ലൂപ്പ് ഹോളിനെയാണ് എന്തെന്ന് പറയുന്നത് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. ത്രെറ്റ് ആക്ടർ പറഞ്ഞു, എക്സ്പ്ലോയിറ്റ് പറഞ്ഞു. അപ്പം ത്രെറ്റ് ആക്ടർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ആവാം. ഒരു സിസ്റ്റത്തിനെ ഹാം ചെയ്യുന്ന എന്തും എന്തായിരിക്കാം? ത്രെറ്റ് ആക്ടർ ആയിരിക്കാം. അത് ഹാക്കേഴ്സ് ആയിരിക്കാം, അതേപോലെ തന്നെ മാൽവെയർസ് ആയിരിക്കാം. അപ്പം മാൽവെയർ പറയുമ്പോഴത്തേക്ക് അവിടെ എന്തെല്ലാം ഉണ്ട്? മാൽവെയർ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി പറയുമ്പോഴത്തേക്ക് മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത് മാൽവെയർ എന്ന് പറയുന്നത്. വൈറസസ് ഉണ്ട്, വോംസ് ഉണ്ട്, ട്രോജൻസ് ഉണ്ട്. ഇതൊക്കെ മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്, മാൽവെയർസ് ആണ്. ഓക്കെ, പിന്നുള്ളതാണ് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ കോഡാണ് അറ്റാക്കേഴ്സ് യൂസ് ചെയ്യുന്നത് ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് എ വൾണറബിലിറ്റി. ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്കാണ്. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാരെ പറ്റിക്കാനാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ്. സ്മാർട്ട് ഫോൺസോ അല്ലെങ്കിൽ ലാപ്ടോപ്സോ ഒരു ഇലക്ട്രോണിക് ഡിവൈസുകളുമല്ല ഏറ്റവും വീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ്. അപ്പം നമ്മളെ പറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡൻഷ്യൽസ്, അല്ലെങ്കിൽ നമ്മുടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യാം? അറ്റാക്കറിന് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള അറ്റാക്സിനെയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ് എന്ന് പറയുന്നത്. അതിലൊന്നാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് തന്നെ പല ടൈപ്സ് ഉണ്ട്. സ്മിഷിംഗ് ഉണ്ട്, വിഷിംഗ് ഉണ്ട്, വെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ഫിഷിംഗ് ആയിരിക്കാം മെയിൽ ഫിഷിംഗ് എന്ന് പറയുന്നത്. മലീഷ്യസ് ആയിട്ടുള്ള ലിങ്ക്സ് മെയിൽ ത്രൂ അയക്കുന്നത്, അതാണ് മെയിൽ ഫിഷിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിന്റെ പേര് ബിയണിക്കാണ്. കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.